ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ 2017 തൊട്ട് ഇതുവരെയുള്ള എല്ലാ ഐസറിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മലയാളത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വീഡിയോ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി 2018 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിലെ സുവോളജി പാർട്ടായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് പോലെ എഴുതി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ വരിക. വെബ്സൈറ്റിൽ ഒരുപാട് ടെസ്റ്റുകൾ, ഫ്രീ ടെസ്റ്റുകൾ ഉണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക. www.crisperlearning.com നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒഫീഷ്യൽ PYQs നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ 2018 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2017, 18, 19 എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന എക്സാമുകളാണ്. അപ്പോൾ ഞാൻ അറ്റംപ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഈ അറ്റംപ്റ്റ് എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് വരും. അതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം പ്രൊസീഡ് എന്നുള്ളതിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയാണോ ഇന്റർഫേസ്, സെയിം ഇന്റർഫേസിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എക്സാക്ട്ലി ഇതുപോലെ ഒരു സ്ക്രീനാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു പുതുമയൊന്നും ആ സമയത്ത് തോന്നാൻ പാടില്ല. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ടൈമറൊക്കെ റൺ ചെയ്ത് കൃത്യമായിട്ട് ആൻസർ ക്യൂ ഒക്കെ ഇതിനെ ഫീഡ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാൻ 2018 ബയോളജി, അതിലെ സുവോളജി പാർട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following antibodies is present abundantly in the colostrum secreted during the initial days of human lactation? അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുക. അതിൽ ഹ്യൂമൻ ഹെൽത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് നമ്മളുടെ ആന്റിബോഡീസ് 5 ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 5 ഡിഫറെന്റ് ടൈപ്പ് ആന്റിബോഡീസ്? IgG, IgA, IgM, IgE ആൻഡ് ഫൈനലി IgD. ഞാൻ ഈ ഓർഡറിൽ പറയാൻ കാരണം നിങ്ങൾക്ക് ഗെയിംഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ അതിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ആന്റിബോഡിയാണ് IgA. A ഫോർ അമ്മ എന്ന് ആലോചിച്ചാൽ മതി. കാരണം അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് കൊളസ്ട്രം വഴി എത്തുന്ന ആന്റിബോഡിയാണ് IgA. ഇതാണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചത്. ഇനി അടുത്ത നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നതാണ്, IgE അലർജി എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പം അലർജി കോസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് IgE ആന്റിബോഡിയാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഏതാണ് കൊളസ്ട്രത്തിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ IgA ആണ്. ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി which of the following statement about second messengers is correct? ഇത് നമ്മളെ കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഹോർമോൺ സിഗ്നലിംഗ് നടക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ സെക്കൻഡ് മെസ്സഞ്ചറിനെ കുറിച്ച് കേൾക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദീസ് ആർ ദ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് അല്ല. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ നമ്മൾ ബയോമോളിക്യൂൾസിൽ പഠിക്കുന്നതാണ്. പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും. ഇതെന്താ? ദീസ് ആർ ദ മോളിക്യൂൾസ് ജനറേറ്റഡ് ഡ്യൂറിങ് സെക്കൻഡറി സ്റ്റെപ്സ് ഓഫ് ഹോർമോൺ സിഗ്നലിംഗ്. ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. ദീസ് ആർ ദ സിഗ്നലിംഗ് മോളിക്യൂൾസ് ജനറേറ്റഡ് ഡ്യൂറിങ് സെക്കൻഡറി ഇൻഫെക്ഷൻ ഒന്നല്ല. ഇൻഫെക്ഷനുമായിട്ടും യാതൊരു വിധ ബന്ധവുമില്ല. ദീസ് ആർ ദ പ്രോട്ടീൻസ് വിച്ച് ഹെൽപ്പ് ഡൈജസ്റ്റ് ദ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഫ്രം പ്ലാന്റ് അല്ല. സോ കെമിക്കൽ കോർഡിനേഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു റാപ്പ് റഫ്ലി 60,000 ബേസ് പെയർസ് ഓഫ് DNA? അപ്പം ടോട്ടൽ ലെങ്ത് ഓഫ് DNA എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഓഫ് DNA എന്ന് പറയുന്നത് 60,000 ബേസ് പെയർ ആണ്. 60,000 ബേസ് പെയർ ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് DNA എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എത്ര ഹിസ്റ്റോൺസ് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണോ അല്ലേ? സോ ടോട്ടൽ ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് എത്ര വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അറിയുന്ന കാര്യമാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്കറിയാം. ഇത് ഞാൻ വരച്ചത് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്.
ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ നമുക്ക് എത്ര ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റുമാണ് DNA റാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ശരിയല്ലേ? യെസ്. ഇങ്ങനെ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആൻഡ് അതിന് അറൗണ്ട് റാപ്പ് ചെയ്ത ഒരു DNA, ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയാണല്ലോ? ഒരു ന്യൂക്ലിയോസോമിന്റെ അകത്ത് അറൗണ്ട് 200 ബേസ് പെയർ DNA കഷ്ണം ഉണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 60,000 ബേസ് പെയർ ലെങ്ത് ഉള്ള DNA ചുറ്റാൻ വേണ്ടിയിട്ട് എത്ര ന്യൂക്ലിയോസോം ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ, ന്യൂക്ലിയോസോം will be number of ന്യൂക്ലിയോസോംസ് required എന്ന് പറയുന്നത് എത്രയായിരിക്കും? required for wrapping 60,000 ബേസ് പെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60,000 ബേസ് പെയർ, അതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് DNA ഡിവൈഡഡ് ബൈ 200. ശരിയാണോ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ 2 0 പോയി. സോ ദാറ്റ് 600 300 ന്യൂക്ലിയോസോംസ് ആവശ്യമായിരിക്കും. 300 ന്യൂക്ലിയോസോംസ് ആവശ്യമായിരിക്കും. ഒരു ന്യൂക്ലിയോസോം ഇതാണല്ലോ ഒരു ന്യൂക്ലിയോസോം. അതിൽ എത്ര ഹിസ്റ്റോൺ ഉണ്ട്? ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആണ് ഉണ്ടാവുക. അല്ലേ? ആ ന്യൂക്ലിയോസോമിൽ എത്ര നമ്പർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 8 ഹിസ്റ്റോൺസ് ആണ് ഉള്ളത്. ഒരു ന്യൂക്ലിയോസോമിൽ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആണുള്ളത്. ഒക്ടാമർ എന്ന് പറഞ്ഞാൽ എന്താ? 8 സബ് യൂണിറ്റ്, 8 ഹിസ്റ്റോൺസ് ചേർന്നിട്ടാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്ന് പറയുന്നത് ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ്, എത്ര എണ്ണമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ ഇൻറ്റു 300 ന്യൂക്ലിയോസോമിൽ ഇൻറ്റു ഓരോ ന്യൂക്ലിയോസോമിലും ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ. സോ ഇൻറ്റു 8 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്, ശരിയല്ലേ? സോ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? ഹിസ്റ്റോൺസിന്റെ നമ്പർ ഓഫ് ഹിസ്റ്റോൺസ് വിൽ ബി 300 × 8 2400 വിൽ ബി ദ ആൻസർ. അപ്പം ആ ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2.4 വെച്ചിട്ടാണ് എല്ലാ ആൻസറും നമുക്ക് 2.4 വെച്ചിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ 2.4 എന്ന് പറഞ്ഞാൽ എന്താ? 3 ഡെസിമൽ പോയിന്റ് മാറ്റിയിടണം. സോ 10⁻³ വിൽ ബി ദ ആൻസർ. സോ 2.4 × 10⁻³ ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the given graph curves A, B, C represents relation between partial pressure of oxygen PO2 and saturation of hemoglobin. PO2 saturation of hemoglobin എന്ന് പറഞ്ഞാൽ oxygen dissociation curve ആണ്, അല്ലേ? If curve A represents condition of blood in a regular artery, then please select the correct statement from below എന്നാണ് ചോദിച്ചത്. സോ ABC ഇവിടെ കൊടുത്തിട്ടുണ്ട്. Curve C represents blood present in right ventricle, left ventricle, pulmonary vein, left ventricle, അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ സിമ്പിൾ ലോജിക്ക് നമ്മൾ ഇതിന്റെ മുന്നേയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ഫിസിയോളജിയിൽ നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത് എപ്പോഴും ഓക്സിജൻ ഡിസോസിയേഷൻ കർവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ വെരി കെയർഫുൾ. സോ ഇവിടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അതിന്റെ എക്സ് ആക്സിസ് വിൽ ബി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് വൈ ആക്സിസ് വിൽ ബി അഫിനിറ്റി അല്ലെങ്കിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഒരു കർവ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് ഈ ഷേപ്പിന്റെ പേര് നമ്മൾ പറയുക? ദിസ് ഷേപ്പ് ഈസ് കോൾഡ് സിഗ്മോയിഡ് ഷേപ്പ്. അപ്പൊ ഈ സിഗ്മോയിഡ് ഷേപ്പിന്റെ ഇതാണ് ഒരു നോർമൽ കർവ്. അത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന കർവ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ബി എന്ന് പറയുന്ന കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള കർവ് ആണ്. ബി എന്ന് പറയുന്നത് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഈ കർവ് റൈറ്റ് ഷിഫ്റ്റ് സംഭവിച്ചതാണ് ബി എന്ന് പറയുന്നത്. റൈറ്റ് ഷിഫ്റ്റ് സംഭവിച്ചതാണ്. അപ്പം റൈറ്റ് ഷിഫ്റ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിന്റെ അഫിനിറ്റി ലോ ആയി മാറുമ്പോൾ ആണ് സംഭവിക്കുക. ലോ അഫിനിറ്റി ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ, ഇതാണ് നമ്മളെ കണ്ടീഷൻ. നമ്മൾ ഇതിന്റെ മുന്നേയും തിയറി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തിയറി പഠിപ്പിച്ചപ്പോഴും അതേപോലെ ഇതിന്റെ മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും നിങ്ങൾ ഈ കാര്യം കേട്ടതാണ്.
അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ 2017 തൊട്ട് 25 വരെയുള്ള അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ഐസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാം തന്നെ ഇവിടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുക്കും. ആ പ്ലേലിസ്റ്റ് വാച്ച് ചെയ്താൽ മതി. അപ്പം ആ പ്ലേലിസ്റ്റിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. റൈറ്റ് ഷിഫ്റ്റ് മീനിങ് ലോ അഫിനിറ്റി ആണ് ഉണ്ടാവും. അപ്പം ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലോ അഫിനിറ്റി ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ. എന്താണ് ലോ അഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ PO2 മസ്റ്റ് ബി ലോ ആൻഡ് ഓൾ ദ അതർ ഫാക്ടേഴ്സ് വിൽ ബി ഹൈ എക്സെപ്റ്റ് ഈ എച്ചിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് -H+, അതിനെയാണ് നമ്മൾ PH എന്ന് വിളിക്കുക അല്ലെ. അപ്പം PH-ഉം H+ അയോൺ കോൺസെൻട്രേഷൻ തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ PH എന്ന് പറയുന്നത് കുറവായിരിക്കും ലോ അഫിനിറ്റി ആവുന്ന സമയത്ത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലുള്ളത് സി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. സി ഗ്രാഫ് ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്. സി എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. അപ്പൊ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഹൈ അഫിനിറ്റി ആണ് എന്നാണ് അർത്ഥം. ആര് തമ്മിലുള്ള അഫിനിറ്റി? ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി. സോ PO2 PCO2 H+ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരിക്കും. എന്താ? PO2 കൂടുതലായിരിക്കണം, PCO2 ബാക്കി എല്ലാ ഫാക്ടേഴ്സും കുറവായിരിക്കണം, പിന്നെ PH-ഉം കൂടുതലായിരിക്കണം. ശരിയല്ലേ? യെസ്. അങ്ങനെയാണ് എങ്കിൽ സി കർവ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. എന്താണ് നമ്മളോട് ചോദിച്ചത്? കർവ് സി റെപ്രസെന്റ്സ് ബ്ലഡ് പ്രസന്റ് ഇൻ റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്, അതിന്റെ ഒരു ലോജിക്കിലാണ് കാര്യം പോകുന്നത്. സോ നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സി. ഈ ഗ്രാഫ് സി ആണ് നമ്മുടെ ലെഫ്റ്റ് ഷിഫ്റ്റ്. ലെഫ്റ്റ് ഷിഫ്റ്റിന്റെ ഫാക്ടറിൽ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കണം. അപ്പോ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് ആരാണ്? സി ആണ്. PO2 കൂടുതലുള്ളത്, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് PO2 ആയിരിക്കും. സോറി, സി എന്ന് പറയുന്ന കർവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ബി എന്ന് പറഞ്ഞ കർവില് നിങ്ങൾ നോക്ക്. ബി എന്ന് പറഞ്ഞ കർവിന്റെ പ്രത്യേകത എന്താ? റൈറ്റ് ഷിഫ്റ്റ് ആണ്. PO2 വിൽ ബി ലോ. PO2 വിൽ ബി ലോ. സോ PO2 എന്ന് പറയുന്നത് കുറവാണ് എങ്കിൽ, PO2 എന്ന് പറയുന്നത് കുറവാണ് എങ്കിൽ അയാൾ ആരായിരിക്കും? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിലാണ് ബി എന്ന് പറയുന്ന റൈറ്റ് ഷിഫ്റ്റിലേക്ക് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഇത് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും കൂടെ പറയുന്നുണ്ട്. കാരണം റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫൗണ്ടേഷണൽ തിങ്ങും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഹാർട്ടിന് 4 ചേംബർ ആണ് ഉള്ളത് അല്ലേ? 2 ഏട്രിയവും 2 വെൻട്രിക്കിളും. ഇതാണ് റൈറ്റ് ഏട്രിയം ആൻഡ് ദിസ് ഈസ് ദ ലെഫ്റ്റ് ഏട്രിയം. ദിസ് ഈസ് ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദിസ് ഈസ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ശരിയല്ലേ? നമ്മളുടെ ബോഡിയിൽ നിന്നും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ്. ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. എന്നിട്ട് പൾമനറി ആർട്ടറി വഴി നമ്മളുടെ ലങ്സിലേക്ക് പോവും. ഓക്കെ, എന്നിട്ട് ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നത് പൾമനറി വെയിൻ വഴിയാണ്. പൾമനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. സോ ദിസ് ഈസ് പൾമനറി വെയിൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പൾമനറി വെയിൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? എന്നിട്ട് ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. എന്നിട്ട് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് ഈ ബ്ലഡ് സപ്ലൈ ചെയ്യും. ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. കർവ് സി റെപ്രസെന്റ്സ്. എന്താ കർവ് സി റെപ്രസെന്റ്സ് എന്ന് പറഞ്ഞാല്? കർവ് സി റെപ്രസെന്റ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ശരിയല്ലേ? അപ്പൊ ഞാനത് ഇവിടെ എഴുതുകയാണ്. കർവ് സി represents deoxygenated blood.
സോറി, കേർവ് സി റെപ്രസെന്റ്സ് എന്താണ് കേർവ് സി റെപ്രസെന്റ് ചെയ്യുന്നത്? കേർവ് സി റെപ്രസെന്റ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, ശരിയല്ലേ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് ഞാൻ ഇവിടെ എഴുതാണ്. കേർവ് സി റെപ്രസെന്റ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ആൻഡ് കേർവ് ബി റെപ്രസെന്റ്സ് deoxygenated blood. കേർവ് ബി റെപ്രസെന്റ്സ് deoxygenated blood ആണ്. ഓക്കെ, ഈ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇനി നമുക്ക് ഓരോരോ ഓപ്ഷൻ നോക്കാം. ഇവിടെ കേർവ് സി റെപ്രസെന്റ്സ് ബ്ലഡ് പ്രസന്റ് ഇൻ ദ റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ നമ്മൾ നോക്കാം, റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കേർവ് സിയിലെ ബ്ലഡ് ആണ് എന്നാ പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും ആരാ ഉണ്ടാവുക? ഇവിടെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടാവുക. അപ്പൊ കേർവ് സി റെപ്രസെന്റ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ? അപ്പൊ അത് തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്, ശരിയല്ലേ? ഇനി ബി നോക്ക്, കേർവ് സി റെപ്രസെന്റ്സ് ബ്ലഡ് പ്രസന്റ് ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഇയാളാണ്. ഇയാൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഉണ്ടാവുക. അത് റെപ്രസെന്റഡ് ബൈ കർവ് സി എന്നാണ് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. കർവ് ബി റെപ്രസെന്റ്സ് ബ്ലഡ് പ്രസന്റ് ഇൻ ദ പൾമനറി വെയിൻ എന്നാണ് പറഞ്ഞത്. സോ നോക്ക്, പൾമനറി വെയിൻ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെയുള്ള ബ്ലഡ് ആണ്. ഇവിടെയുള്ള ബ്ലഡ്, പൾമനറി വെയിനിലുള്ള ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ആൻഡ് കർവ് ബി റെപ്രസെന്റ്സ് എന്നാണ് പറയുന്നത്. കർവ് ബി എന്ന് പറയുന്നത് എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പം പൾമനറി വെയിനിൽ എന്താ ഉള്ളത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. സോ ഓപ്ഷൻ സി തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇനി ഡി എന്താ? കർവ് ബി റെപ്രസെന്റ്സ്, ബി എന്ന് പറയുന്നത് എന്താ? ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ആള്. കർവ് ബി റെപ്രസെന്റ്സ് ബ്ലഡ് ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനേറ്റഡ് ആണ്. കേർവ് ബി എന്ന് പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ആണ്. അപ്പൊ അതും ഓപ്ഷൻ തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, ശരിയല്ലേ? യെസ്. ഇനി ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലേ? ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ, അഫക്റ്റ് ചെയ്യാത്ത എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇൻക്രീസ്ഡ് ഡയറ്ററി അപ്ടേക്ക് ഓഫ് വാട്ടർ ആൻഡ് ഫ്ലൂയിഡ്. വാട്ടർ കുടിക്കുകയാണെങ്കിലോ ഫ്ലൂയിഡ് കുടിക്കുകയാണെങ്കിലോ ഒക്കെ നമ്മുടെ ഓസ്മോളാരിറ്റിയിൽ ചേഞ്ച് വരും. ഓസ്മോളാരിറ്റിയിൽ ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ ഓസ്മോ റിസപ്റ്റേഴ്സ് ഡിറ്റക്ട് ചെയ്യും, GFR ചേഞ്ച് വരുത്തും. അപ്പൊ അതല്ല. ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ് ഫ്ലോയിങ് പെർ മിനിറ്റ് ത്രൂ ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ എത്രത്തോളം പ്രഷർ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് GFR ചേഞ്ച് വരുത്തുക. അപ്പൊ അതും അല്ല. ഇനി ഇൻക്രീസ്ഡ് റെനിൻ പ്രൊഡക്ഷൻ ഫ്രം ജെക്സ്റ്റാ ഗ്ലോമർലാർ സെൽസ്. ജെക്സ്റ്റാ ഗ്ലോമർലാർ സെൽസ് റെനിൻ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം വർക്കാവും, GFR ചേഞ്ച് വരും. അപ്പൊ അതും അല്ല. ഇൻക്രീസ്ഡ് സപ്ലൈ ഓഫ് ന്യൂട്രിയൻസ് ടു ദ ബ്ലഡ് ഇൻ അഫറന്റ് ആർട്ടീരിയൽ. ന്യൂട്രിയൻസ് അഫറന്റ് ആർട്ടീരിയലിലൂടെ പോകുന്നത് കൂടി എന്ന് വിചാരിച്ച് ഡയറക്ട്ലി ഒരു ചേഞ്ചും വരില്ല. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DNA ഫ്രാഗ്മെന്റ് ഓഫ് 100 base pair, 300 base pair and 500 base pair were separated by gel electrophoresis. Pick the correct statement of the fragments separated on the gel in the increasing order of their migration from the wells. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നത്? നമ്മുടെ ബയോടെക്നോളജി എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഇവിടെ ഞാനൊരു ജെല്ല് വരച്ചിട്ടുണ്ട് ആൻഡ് ഇവിടെ ഞാനൊരു വെല്ലും വരച്ചിട്ടുണ്ട്. ഈ വെല്ലിലേക്കാണ് നമ്മളുടെ DNA ലോഡ് ചെയ്യുക. അപ്പം ഞാൻ ഈ വെല്ലിലേക്ക് 3 കഷ്ണം DNA ആണ് ലോഡ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് എന്ന് പറയുന്നത് എത്രയാ? 500 ബേസ് പെയർ ഉള്ള DNA. 2 എന്ന് പറയുന്നത് 300 ബേസ് പെയർ ഉള്ള DNA ആൻഡ് 3 എന്ന് പറയുന്നത് 100 ബേസ് പെയർ ഉള്ള DNA. ഈ 3 ഡിഫറെന്റ് DNA ആണ് ഞാൻ ഒരുമിച്ച് ഈ വെല്ലിൽ ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് ജെൽ ഇലക്ട്രോഫോറസിസിൽ ഇവിടെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജും കൊടുക്കും, ഇവിടെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജും കൊടുക്കും. DNA ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? അയാളിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് DNA എന്ന് പറയുന്ന ആള് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളാണ്.
അപ്പം അതിലേക്ക് നമ്മൾ ഈ വെല്ലിലേക്ക് ഈ DNA ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA പോസിറ്റീവ്ലി ചാർജ്ഡ് DNA മൂവ് ചെയ്യും. അതിനാണ് വെല്ലിൽ നിന്നും ജെല്ലിലൂടെ മൈഗ്രേറ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഇനി ഈ ജെൽ ഇലക്ട്രോഫോറസിസിൽ ഈ ജെൽ എന്ന് പറയുന്നത് ചെറിയ 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 പോറുകളുള്ള DNA മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ജെല്ല് എന്ന് പറയുന്നത്. അതില് ഏറ്റവും വലിയ ആള് അതായത് 500 kb എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആള് എവിടെയാണ്? വെല്ലിൽ നിന്നും കുറച്ച് മാത്രമേ മൈഗ്രേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ചെറിയ ആളാണെന്നുണ്ടെങ്കിൽ വെല്ലിൽ നിന്ന് കുറച്ചും കൂടെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനിയും ചെറിയ ആളാണെന്നുണ്ടെങ്കിലോ വെല്ലിൽ നിന്നും കുറേ ദൂരം മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം മീഡിയം സൈസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ 100 kb ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 100 ബേസ് പെയർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതാണ് ഫണ്ടമെന്റൽ ഓഫ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മളോട് ചോദ്യം ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാല് ഈ 100 ബേസ് പെയർ 300 ബേസ് പെയർ 500 ബേസ് പെയർ ഉള്ള DNA കഷ്ണത്തിനെ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തു. അതിലെ മൈഗ്രേഷന്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഈ ഫ്രാഗ്മെന്റിനെ നമ്മൾ എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ, മൈഗ്രേഷന്റെ ഇൻക്രീസിങ് ഓർഡറിൽ. അപ്പൊ നോക്കടാ, ആരായിരിക്കും ഇൻക്രീസിങ് ഓർഡർ? ഏറ്റവും കുറവ് മൈഗ്രേഷൻ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഏറ്റവും കുറവ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും? 500 ബേസ് പെയർ ആയിരിക്കും. അത് കഴിഞ്ഞാല് 300 ബേസ് പെയർ ആയിരിക്കും അതിനേക്കാൾ കൂടുതൽ. അത് കഴിഞ്ഞാലോ 100 ആയിരിക്കും അതിനേക്കാൾ കൂടുതൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മൈഗ്രേഷന്റെ ഓർഡർ? 500 ബേസ് പെയർ DNA ഏറ്റവും കുറവ് മൈഗ്രേഷൻ, അതിനേക്കാൾ കൂടുതലായിരിക്കും ആര്? 300 ബേസ് പെയർ DNA ഫ്രാഗ്മെന്റ്, അതിനേക്കാൾ കൂടുതലായിരിക്കും 100 ബേസ് പെയർ DNA എന്ന് പറയുന്നത്. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ മൈഗ്രേഷൻ. DNA ഫ്രാഗ്മെന്റ്സിന്റെ മൈഗ്രേഷൻ ഇൻ ഇൻക്രീസിങ് ഓർഡർ ആണ് ഞാൻ എഴുതിയത്. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. 500, 300 and 100. ഹിയർ വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്ക്, എ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു PVU2 site of the cloning vector and transformed into E. coli cells. Which one of the following statement is then true എന്നാണ് ചോദിച്ചത്. PVU സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇരിക്കുന്നത്. Recombinants can be selected by plating on ampicillin containing medium. Recombinants can be selected by plating tetracycline. കാരണം ടെട്രാസൈക്ലിൻ ആംപിസിലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ സെലക്ടബിൾ മാർക്കർ നമുക്ക് കാണാൻ പറ്റും. യെസ്, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യന്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലോണിംഗ് വെക്ടർ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യനിൽ തന്ന ക്ലോണിംഗ് വെക്ടർ ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്, ഇവിടെ നമുക്ക് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ തന്നിട്ടുണ്ട്. ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ തന്നിട്ടുണ്ട്. ഇതെന്താ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ തന്നിട്ടുണ്ട്. ഇതെന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. എന്താ സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞാല് ഒരു ട്രാൻസ്ഫർമെന്റ് ആയിട്ടുള്ള ബാക്ടീരിയയും നോൺ ട്രാൻസ്ഫർമെന്റ് ആയിട്ടുള്ള ബാക്ടീരിയയും വേർതിരിച്ചറിയാന് നമ്മളെ സഹായിക്കുന്നതാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. ഇപ്പൊ നോക്ക്, ഇതാണ് നമ്മളുടെ ഹോസ്റ്റ് സെല്ല്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്മിഡ് ഇടാൻ പോകുന്നത് ഈ ഹോസ്റ്റ് സെല്ലിലേക്കാണ്. ഈ ഹോസ്റ്റ് സെല്ലിന്റെ അകത്ത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജീന് ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഹോസ്റ്റിന്റെ അകത്ത് ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളെ നമ്മളുടെ ഈ റീകോമ്പിനന്റ് DNA ഇയാൾക്ക് ഇട്ടുകൊടുക്കുമ്പം ഈ ഹോസ്റ്റിന് എന്ത് കിട്ടുകയാണ്? അവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഫോർമെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫോറിൻ DNA എടുത്ത ബാക്ടീരിയ അല്ലെ, ഫോറിൻ DNA ടേക്കപ്പ് ചെയ്ത ബാക്ടീരിയക്ക് എന്തുണ്ടായിരിക്കും? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അല്ലാത്ത ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് ട്രാൻസ്ഫോർമെൻസും നോൺ ട്രാൻസ്ഫോർമെൻസും നമ്മൾ തിരിച്ചറിയുന്നത്. ശരിയാണല്ലോ? ഓക്കെ, ഇത് ഞാൻ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മായ്ച്ചു കളയാണ്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
ഇതാ ഇവിടെ ഒറി എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ദിസ് ഈസ് ഒറി, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ഇനി ഈ ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീനില് എന്തുണ്ട്? സെലക്ടബിൾ മാർക്കറിന്റെ ഇടയിൽ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ആരുടെ? PVU1ന്റെ. ഓക്കെ, ഇവിടെ ഇതാ ഇക്കോ R1ന്റെ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനില് 2 എണ്ണം ഉണ്ട്. BAMH1 ഉണ്ട് ആൻഡ് SAL1 ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു റോപ്പ് എന്ന് പറയുന്ന ഒരു റീജിയൻ കാണാൻ പറ്റും. ആ റോപ്പ് എന്ന് പറയുന്ന ഒരു റീജിയന്റെ അകത്ത് ആര് പോകുന്നുണ്ട്? PVU2 എന്ന് പറയുന്ന ആളുടെ റെക്കഗ്നിഷൻ സീക്വൻസ്. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം ശരിക്കും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ആരെ വെച്ചിട്ടാണ് ട്രാൻസ്ഫോർമെൻസിനെയും നോൺ ട്രാൻസ്ഫോർമെൻസിനെയും മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ള ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചാല്, എ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു PVU2 സൈറ്റ് ആണ്. PVU2 സൈറ്റിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ നോക്ക്, PVU സൈറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്തത് എന്താ? PVU സൈറ്റ് ഇവിടെ കട്ട് ചെയ്തു. കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാണ്? PVU2 സൈറ്റിലാണ്. PVU2 സൈറ്റിലാണ്. അപ്പൊ നമ്മളുടെ റീകോമ്പിനന്റ് DNA ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഈ റീകോമ്പിനന്റ് DNA ആണ് ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് അല്ലേ? അപ്പം ഈ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ബാക്ടീരിയ 3 ടൈപ്പ് കോളനി ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഏതൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ തിയറി ക്ലാസ് പറയുമ്പോൾ അടിപൊളിയായിട്ട് പറയും. ചില ബാക്ടീരിയൽ സെല്ല് ഈ റീകോമ്പിനന്റ് DNA എടുക്കൂല. റീകോമ്പിനന്റ് DNA എടുക്കാത്ത ബാക്ടീരിയൽ ഹോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നോൺ ട്രാൻസ്ഫോർമെൻസ് എന്ന് വിളിക്കുക. നോൺ ട്രാൻസ്ഫോർമെൻസ്. അപ്പൊ എന്താ ട്രാൻസ്ഫോർമെൻസ് എന്ന് പറഞ്ഞാല്? ട്രാൻസ്ഫോർമെൻസ് എന്ന് പറഞ്ഞാല് റീകോമ്പിനന്റ് DNA പുറത്തുനിന്ന് ഒരു ഫോറിൻ DNA എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ട്രാൻസ്ഫോർമെന്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഞാൻ എഴുതിയത് വളരെ ചെറുതായി പോയി. എന്താ വിളിക്കുക? ട്രാൻസ്ഫോർമെന്റ്. ഓക്കെ, ഇനി ഫോറിൻ DNA പുറത്തുനിന്നുള്ള റീകോമ്പിനന്റ് DNA എടുത്ത ആളുകൾ ഉണ്ടായിരിക്കും. ഇതാണല്ലോ നമ്മളെ റീകോമ്പിനന്റ് DNA. ഈ റീകോമ്പിനന്റ് DNA എടുക്കുന്ന ആളെയാണ്, റീകോമ്പിനന്റ് DNA എടുക്കുന്ന ആളുകളെയാണ് അയാള് ട്രാൻസ്ഫോർമെന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ട്രാൻസ്ഫോർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ DNA എടുക്കുന്നത്. ഈ എടുക്കുന്ന ഫോറിൻ DNA റീകോമ്പിനന്റ് DNA ആണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കും റീകോമ്പിനന്റ് എന്ന് വിളിക്കും. റീകോമ്പിനൻസ്. ഇനി പുറത്തുനിന്ന് എടുക്കുന്നത് ചിലപ്പം റീകോമ്പിനന്റ് DNA ആയിരിക്കില്ല, വെറും ഒരു പ്ലാസ്മിഡ് മാത്രമായിരിക്കും എടുക്കുക. കാരണം ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ആവുന്നതിന്റെ മുന്നേ തന്നെ കൂടി യോജിക്കാൻ സാധ്യതയുണ്ട്. കാരണം നോക്ക്, ഇവിടെ PVU2 വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ 2 സ്റ്റിക്കിയൻസ് ഉണ്ട്. ഇവർ തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ വീണ്ടും ഇത് പ്ലാസ്മിഡ് തന്നെ ആയി മാറൂലേ? അപ്പോ പ്ലാസ്മിഡ് മാത്രമാവാനും സാധ്യതയുണ്ട്. ഇതുപോലത്തെ ആളുകളും ട്രാൻസ്ഫോർമെൻസ് ഉണ്ടായിരിക്കും. അപ്പൊ റീകോമ്പിനന്റ് DNA അല്ല ഇയാള് അകത്തേക്ക് എടുത്തത്. അപ്പൊ അയാളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോൺ റീകോമ്പിനൻസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ കോൾഡ് നോൺ റീകോമ്പിനൻസ്. സോ 3 ടൈപ്പ് ഹോസ്റ്റ് സെൽസ് ആണ് ഉണ്ടാവുക. ഒരു ഫോറിൻ DNAയും പുറത്തുനിന്ന് എടുക്കാത്ത ആൾക്കാർ, അവരെയാണ് നോൺ ട്രാൻസ്ഫോർമെൻസ് എന്ന് വിളിക്കുക. ആൻഡ് 2 പുറത്തുനിന്ന് എടുത്ത് ഫോറിൻ DNA അകത്തേക്ക് എടുത്ത ആൾക്കാർ, അവരെയാണ് ട്രാൻസ്ഫോർമെൻസ് എന്ന് വിളിക്കുക. ഈ ട്രാൻസ്ഫോർമെൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് റീകോമ്പിനന്റ് DNA അകത്തേക്ക് എടുത്ത ആളുകൾ ഉണ്ടാവും, ആൻഡ് നോൺ റീകോമ്പിനന്റ് DNA അകത്തേക്ക് എടുത്ത ആളുകൾ ഉണ്ടാവും. ട്രാൻസ്ഫോർമെൻസ് ആയിട്ടുള്ള റീകോമ്പിനന്റ് DNA എടുത്ത ആളുകളെയാണ് റീകോമ്പിനൻസ് എന്ന് വിളിക്കുക. ട്രാൻസ്ഫോർമെൻസ് ആയിട്ടുള്ള നോൺ റീകോമ്പിനന്റ് ആയിട്ടുള്ള DNA എടുത്ത ആളുകളെയാണ് നോൺ റീകോമ്പിനൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അപ്പോ ഒരു ട്രാൻസ്ഫോർമെന്റ് ആണ് എന്ന് വിചാരിച്ചോ. ഒരു ട്രാൻസ്ഫോർമെന്റ് ആയിട്ടുള്ള ആളുടെ പ്രത്യേകത എന്താ? അയാൾക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമോ? ഇല്ല. അയാൾക്ക് ആംപിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ,
ഇനി നോക്ക്, ഇനി റീകോമ്പിനന്റ് ആയിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചോ. റീകോമ്പിനന്റ് ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെയാണ് ടേക്കപ്പ് ചെയ്തത്. അങ്ങനെ പുറത്തുനിന്ന് ഈ റീകോമ്പിനന്റിനെ അകത്തേക്ക് എടുത്താൽ അയാളുടെ അകത്ത് ആരുണ്ട്, ആംബിസിലിൻ റെസിസ്റ്റൻസും ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പം റീകോമ്പിനന്റ് ആയിട്ടുള്ള ആൾക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? സിമിലർലി ഇനി നോൺ റീകോമ്പിനന്റ് ആയിട്ടുള്ള ഒരാളെയാണ് എടുത്തത് എന്ന് വെച്ചോ. നോൺ റീകോമ്പിനന്റ് എന്ന് പറഞ്ഞാൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡിനെയാണ് എടുത്തതെന്ന് വെച്ചോ. ആ പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്മിഡിനെയാണ് എടുത്തത് എങ്കിലും അയാളിൽ എന്തുണ്ടായിരിക്കും, ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ NCERT-യിൽ പഠിച്ചതുപോലെ ട്രാൻസ്ഫർമെൻസിന് സാധാരണ റീകോമ്പിനൻസിൽ എന്തുണ്ടായിരിക്കും, എവിടെങ്കിലും നമ്മളെ സെലക്റ്റബിൾ മാർക്കറിലാണ് എവിടെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടാവുക. ആ റെസ്ട്രിക്ഷൻ സൈറ്റ് വെച്ചിട്ടാണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അയാൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം റീകോമ്പിനൻസും നോൺ റീകോമ്പിനൻസും തമ്മിൽ സാധാരണ NCERT-യിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇവിടെ അത് കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താ, ഇവിടെ രണ്ട് സെലക്റ്റബിൾ മാർക്കറിലും അല്ല നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പ്ലേസ് ചെയ്തത്, വേറൊരു സ്ഥലത്തേക്ക് മാറിയാണ്. അപ്പൊ നമുക്ക് റീകോമ്പിനൻസും നോൺ റീകോമ്പിനൻസും ആരെ വെച്ച് വേർതിരിക്കാൻ പറ്റില്ല, ആംബിസിലിനും ടെട്രാസൈക്ലിനും ആന്റിബയോട്ടിക് വെച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ തിയറി പറഞ്ഞു, ഇതൊക്കെ ഇത്ര തിയറി തന്നെയാണ് നമ്മൾ തിയറി പഠിപ്പിക്കുമ്പോൾ പറയാറുള്ളത്. ഓക്കെ, അപ്പം റീകോമ്പിനൻസ് ക്യാൻ ബി സെലക്റ്റഡ് ബൈ പ്ലേറ്റിംഗ് ഓൺ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. അത് പോസിബിൾ അല്ല, കാരണം ആംബിസിലിനില് റീകോമ്പിനൻസും വളരും നോൺ റീകോമ്പിനൻസും വളരും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് അത് വേർതിരിച്ചറിയാൻ കഴിയൂല. റീകോമ്പിനൻസ് ക്യാൻ ബി സെലക്റ്റഡ് ബൈ പ്ലേറ്റിംഗ് ഓൺ ടെട്രാസൈക്ലിൻ മീഡിയം. ടെട്രാസൈക്ലിൻ മീഡിയത്തിലാണെന്നുണ്ടെങ്കിലും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് റീകോമ്പിനൻസിനുണ്ട്, നോൺ റീകോമ്പിനൻസിനും ഉണ്ട്. ഇനി അടുത്തത്, റീകോമ്പിനൻസ് cannot be selected by plating either on ampicillin medium or tetracycline containing medium. അതാണ് ഞാൻ പറഞ്ഞ ആൻസർ. കാരണം രണ്ടാൾക്കും സെയിം ഫീച്ചേഴ്സാ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇമ്പോസിബിൾ ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. ഇനി റീകോമ്പിനൻസ് ക്യാൻ ബി സെലക്റ്റഡ് ബൈ പ്ലേറ്റിംഗ് simultaneously on ampicillin and tetracycline containing medium. അതും പോസിബിൾ. രണ്ടാളെയും ഒരുമിച്ചാണെന്നുണ്ടെങ്കിലും രണ്ടും ഒരുമിച്ചുള്ളതാണെങ്കിൽ രണ്ടാൾക്കാരും സർവൈവ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്ക്ലൂസീവ്ലി മറൈൻ? നിഡേറിയ എക്സ്ക്ലൂസീവ്ലി മറൈൻ അല്ല, എക്കിനോഡെർമേറ്റ, നമ്മളെ സ്റ്റാർ ഫിഷസ് ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനലിഡ പോറിഫറ അതൊന്നും എക്സ്ക്ലൂസീവ്ലി മറൈൻ അല്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. വാട്ട് ആർ ദ അസോസിയേഷൻ ഏരിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ന്യൂറൽ കൺട്രോളിലുള്ള ഒരു ചോദ്യമാണ് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞത്. എന്താ അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത്? നെയ്തർ സെൻസറി നോർ മോട്ടോർ ആയിട്ടുള്ള റീജിയൻ ഓഫ് കോർട്ടെക്സിനെയാണ് നമ്മൾ അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത്. സെൻസറി ഇൻപുട്ട് എടുക്കുന്ന സെൻസറി റീജിയൻ അല്ല, അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂല. മോട്ടോർ ഔട്ട്പുട്ടുകൾ കൊടുക്കുന്ന റീജിയൻ അല്ല, സെൻസറി അല്ല, മോട്ടോറും അല്ല, അതുപോലത്തെ ഒരു റീജിയൻ ആണ് അസോസിയേഷൻ ഏരിയ. നമ്മളെ മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊക്കെ റീജിയൻ ആണ് അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു അച്ഛൻ എന്ന് പറയുന്ന, നിങ്ങളുടെ ഫാദർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ കാണുകയാണ്. ആ കാഴ്ച എന്ന് പറയുന്നത്, ആ ഇമേജ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ആരാണ്? കോർട്ടെക്സിന്റെ ഇൻപുട്ട് ഏരിയ ആണ്, സെൻസറി ഏരിയാസ് ആണ്. ശരിയല്ലേ? നിങ്ങൾ കൈ അനക്കുന്നത് ആരാണ്? കൈ അനക്കുക എന്ന് പറയുന്നത് മോട്ടോർ ഔട്ട്പുട്ട് കൊടുക്കുകയാണ്, അതും മോട്ടോർ ഏരിയ ഇൻ കോർട്ടെക്സ് ആണ്. പക്ഷേ നിങ്ങളുടെ ഫാദറിനെ കാണുമ്പോൾ, ഫാദറിനെ സ്ട്രേഞ്ചറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നിങ്ങളെ ഫാദറിനെ കാണുമ്പോൾ ഉണ്ടാവുന്നത്. ഫാദറിനെ കാണുമ്പോൾ ആ കാഴ്ച എന്ന് പറയുന്ന ഇമേജ് ഉണ്ടാക്കുന്നത് സെൻസറി റീജിയൻ ആണ്. പക്ഷെ നിങ്ങളുടെ പ്രീവിയസ് മെമ്മറിയുമായിട്ട് അതിനെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇമോഷൻ തരുന്നത് അസോസിയേഷൻ ഏരിയാസ് ആണ്, അല്ലേ? അപ്പൊ എന്താണ് അസോസിയേഷൻ ഏരിയ? അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ദീസ് ആർ ദ ഏരിയാസ് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ് വിത്ത് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺ ഫങ്ഷൻസ്. രണ്ടുമുണ്ട്. നെയ്തർ സെൻസറി എന്നും പറയാൻ പറ്റൂല, നോർ
മോട്ടോർ എന്നും പറയാൻ പറ്റൂല. ആ ഒരു ഏരിയയാണ് അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഏരിയ ഇൻ അഡ്രിനൽ മെഡുല്ല. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കാര്യമല്ല പറയുന്നത് ഇവിടെ. ദീസ് ആർ ദ ഏരിയാസ് ഇൻ ഹെപ്പാറ്റിക് കോർട്ടെക്സ്. ലിവറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദീസ് ആർ ദ ഏരിയാസ് ഇൻ റീനൽ കോർട്ടെക്സ് അല്ല. അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ അകത്തുള്ള കോർട്ടെക്സിലുള്ള ഏരിയ ആണ്. ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇനി വിച്ച് കോമ്പൗണ്ട് given below inhibit cholesterol synthesis in human. മനുഷ്യന്മാരുടെ കൊളസ്ട്രോൾ സിന്തസിസ് നമ്മൾ മൈക്രോബ്സിൽ പഠിക്കുന്നതാണ്. സ്റ്റാറ്റിൻസ് ആണ് നമ്മളെ ഉത്തരം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മൈക്രോബ്സ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡയറക്റ്റ് NCERT നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഭാഗമാണ് അല്ലേ. സ്റ്റാറ്റിൻസ് ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഇൻസെക്ട്സ്, നമ്മുടെ ഹണിബി പോലെയുള്ള ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഇൻസെക്ട്സ് ഹാവ് ഡിപ്ലോയിഡ് ഫീമെയിൽസ് ആണുള്ളത്. ഫ്രം ഫെർട്ടിലൈസ്ഡ് എഗ് ആണ് ഈ ഫീമെയിൽസ് ഉണ്ടാവുന്നത്. ഇനി ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽസ് ഉണ്ടാവുന്നത് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിൽ നിന്നാണ്. അതിനാണ് നമ്മൾ പാർത്തനോജെനിസിസ് എന്ന് പറയാം. നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണിബിയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സച്ച് എ ഹാപ്ലോയിഡ് മെയിൽ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിലിന് റെഡ് ഐസ് ഉണ്ട്. ഈസ് ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഐഡ് ഫീമെയിൽ. വൈറ്റ് ഐ ആയിട്ടുള്ള ഫീമെയിലുമായിട്ട് ക്രോസ് ചെയ്തു. അസ്യൂമിങ് ദാറ്റ് ദ റെഡ് ഐ കളർ മ്യൂട്ടേഷൻ ഈസ് ഡോമിനന്റ് ഓവർ വൈറ്റ് ഐ. ഇവിടെ ഡോമിനന്റ് അല്ലിയിൽ ആറാണ്. ഇയാളാണ് റെഡ് ഐ കളർ എന്ന് പറയുന്നത്. ആൻഡ് ഈ റെഡ് എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഡോമിനന്റ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചത്. സോ സ്മോൾ ആർ എന്ന് പറയുന്നത് വൈറ്റ് ഐ കളറാണ്. വൈറ്റ് ഐ കളർ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ആ അല്ലീൽ ഈസ് റെസസീവ്. ക്ലിയർ ആണല്ലോ. ഓക്കെ. സോ സച്ച് എ ഹാപ്ലോയിഡ് മെയിൽ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയില് വിത്ത് റെഡ് ഐസ്. മെയിലിന് റെഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? മെയില് ഹാപ്ലോയിഡ് ആണ്. അപ്പം അയാളുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6 എന്ന് പറയുമ്പോൾ അയാള് റെഡ് മെയില് ആയിരിക്കും. N ആയിരിക്കും. ശരിയല്ലേ? ഈ ക്രോസ്ഡ് വിത്ത് എ വൈറ്റ് ഫീമെയിൽ. വൈറ്റ് ഫീമെയിൽ ആവണമെന്നുണ്ടെങ്കിൽ, ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഡിപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ 2 സെറ്റ് ക്രോമസോംസ്, 2 സെറ്റ് ജീന് വേണ്ടി വരും. ശരിയല്ലേ? അപ്പോ വൈറ്റ് ഫീമെയിൽ ആണ് ഞാൻ ഇവിടെ വരച്ചത്. സോ 2N ആണ് വൈറ്റ് ഫീമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടികളെ നമുക്ക് നോക്കാം. റെഡിന് ഗമീറ്റ് ആയിട്ടുള്ള സ്പേം എങ്ങനെയാ ഉണ്ടാവുക? ക്യാപിറ്റൽ R സ്പേം ആണ് ഉണ്ടാവുക. ഇനി ഇയാൾക്ക് ഉണ്ടാവുന്ന എഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോളാർ ടൈപ്പ് എഗ് ആയിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? ഇനി ഇവര് ഫെർട്ടിലൈസ് ചെയ്യാന്ന് വെച്ചോ. ഫെർട്ടിലൈസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എഗ്ഗും സ്പേമും, ഇയാളാണല്ലോ സ്പേം, എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്ന ആളുണ്ടാവും. ഇയാൾ ഡിപ്ലോയിഡ് ആണ്. ഇയാളുടെ അടുത്ത് ഡോമിനന്റ് അല്ലിയിൽ R ആയതുകൊണ്ട് തന്നെ റെഡ് ആയിരിക്കും. ഇയാൾ എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും. ശരിയല്ലേ? ഇനി ചില അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് പാർത്തനോജെനിസിസ് വഴി എന്തായിട്ട് മാറും? പാർത്തനോജെനിസിസ് വഴി കുട്ടികളായിട്ട് മാറും. അപ്പൊ എന്ത് കുട്ടിയായിട്ടാ മാറുക? ഒരു ഹാപ്ലോയിഡ് കുട്ടിയായിട്ടാണ് മാറുക. ശരിയല്ലേ? ഹാപ്ലോയിഡ് കുട്ടി എന്ന് പറയുന്നത് ഇയാള് എന്ത് കളറായിരിക്കും? R ആയിരിക്കും അല്ലേ? സ്മോൾ r എന്ന് പറയുന്നത് അയാള് വൈറ്റ് ആയിരിക്കും. ഹാപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ ഇയാള് ഏത് ടൈപ്പ് ആളായിരിക്കും? മെയിൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇങ്ങനെ ഒരു റെഡ് മെയിൽ ആയിട്ടുള്ള ഒരു ഫ്ലൈയും വൈറ്റ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഫ്ലൈയും കൂടെ കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ എല്ലാം റെഡ് ആയിരിക്കും, ആൺകുട്ടികൾ എല്ലാം വൈറ്റ് ആയിരിക്കും. ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് കടക്കാം. ഓൾ ഫീമെയിൽസ് വിൽ ഹാവ് വൈറ്റ് ഐസ് എന്നാണ് പറഞ്ഞത്. ഓൾ ഫീമെയിൽസ് ഹാവ് വൈറ്റ് ഐസ് എന്നാ പറഞ്ഞത്. അപ്പൊ തെറ്റല്ലേ? റെഡ് ഐസ് അല്ലേ? അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്തത് ഓൾ ഫീമെയിൽസ് വിൽ ഹാവ് റെഡ് ഐസ് എന്നാണ് പറഞ്ഞത്. റെഡ് ഐസ് ഫീമെയിൽസിന്. ആൻഡ് ഓൾ മെയിൽസ് ഹാവ് വൈറ്റ് ഐസ്.
ഓൾ മെയിൽസ് ഹാവ് വൈറ്റ് ഐസ് എന്നാണ് പറഞ്ഞത്. മെയിലിന് വൈറ്റ്, ശരിയല്ലേ? യെസ്. അപ്പം ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. പിന്നെ നമ്മളോട് പറയുന്നുണ്ട് ഹാഫ് ഓഫ് ദ മെയിൽസ് വിൽ ഹാവ് റെഡും അതർ ഹാഫ് വൈറ്റ് എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. ഹാഫ് ഓഫ് ദ ഫീമെയിൽസ് വിൽ ഹാവ് റെഡ് ആൻഡ് അതർ ഹാഫ് വിൽ ഹാവ് വൈറ്റ് ഐസ് എന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. ശരിയല്ലേ? യെസ്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബോട്ടണിയിലെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. മാച്ച് ദ എൻട്രീസ് ഇൻ കോളം 1 and 2 and choose the correct pairs from the choices below. ഇപ്പൊ കോളം 1 and കോളം 2 നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ കോളം 1 ഹൈ BOD, ദാറ്റ് ഈസ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ദെൻ ഓസോൺ ഹോൾ, എൽനിനോ എഫക്റ്റ്, ബയോമാഗ്നിഫിക്കേഷൻ. അതാണ് കോളം 1 നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ കോളം 2 എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്കിൻ ക്യാൻസർ, ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഫുഡ് ചെയിൻ, വാട്ടർ പൊല്യൂഷൻ. അപ്പം ഹൈ BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇവിടെ ഹൈ ആവുമെന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇറ്റ്സ് ലീഡ് ടു വാട്ടർ പൊല്യൂഷൻ, അല്ലെ? അപ്പം എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം ഹൈ BOD എന്ന് പറയുമ്പോൾ അത് വാട്ടർ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓസോണിന് ഹോള് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? യെസ്, നമ്മുടെ അൾട്രാവയലറ്റ് റേസ് ഒക്കെ വരും. നമുക്ക് കൂടുതലായിട്ടും സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓസോൺ ഹോൾ എന്ന് പറയുന്നത് സ്കിൻ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ എൽനിനോ എഫക്റ്റ് എന്ന് പറയുമ്പോൾ, എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിരിക്കും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ എൽനിനോ എഫക്റ്റ് ലീഡ് ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ദെൻ ബയോമാഗ്നിഫിക്കേഷൻ, അത് ഫുഡ് ചെയിനിലാണ് എഫക്ട് ചെയ്യുക. അതായത് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസസ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. അത് ഫുഡ് ചെയിനിലൂടെയാണ് ഉണ്ടാവുക. നമ്മുടെ DDTയുടെ കേസൊക്കെ നമ്മൾ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന അതിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, ബയോമാഗ്നിഫിക്കേഷൻ ഇസ് ഫുഡ് ചെയിൻ. അങ്ങനെയാണെങ്കിൽ A4 B1 A4 B1 C2 D3 അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം കറക്റ്റ് അല്ലെന്ന്. A4 എ എന്ന് പറയുന്ന ഹൈ BOD വാട്ടർ പൊല്യൂഷൻ തന്നെയാണ്. B1 ഓസോൺ ലെയർ സ്കിൻ ക്യാൻസർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. C2 എൽനിനോ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ദെൻ ബയോമാഗ്നിഫിക്കേഷൻ, ഫുഡ് ചെയിൻ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് കോളം 1 കൊടുത്തത് നമുക്ക് ആദ്യം നോക്കാം. കോളം 1 തന്നിട്ടുള്ളത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. ദെൻ രണ്ടാമത്തത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൂന്നാമത്തത് സൈറ്റോസ്കെലിറ്റൻ, നാലാമത്തത് മൈറ്റോകോൺട്രിയ. ഇനി കോളം 2 തന്നിട്ടുള്ള എന്താ? ഡിവൈഡ് ബൈ ഫിഷൻ, ദെൻ സൈറ്റോ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്, ദെൻ മൂന്നാമത്തത് സ്റ്റിറോയിഡൽ ഹോർമോൺ സിന്തസിസ് സൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നാലാമത്തത് മെക്കാനിക്കൽ സപ്പോർട്ട്. അപ്പൊ ഇതിൽ ഗോൾഗി ബോഡീന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് ഡിവൈഡ് ചെയ്യുന്നത് ഫിഷനിലൂടെ ആണോ? അല്ലല്ലോ. ഗോൾഗി ബോഡി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. യെസ്, അപ്പൊ ഗോൾഗി അപ്പാരറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഗ്ലൈക്കോ പ്രോട്ടീൻസിനെയും ഗ്ലൈക്കോലിപ്പിഡ്സിനെയും ഉണ്ടാക്കുന്ന സൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് ഇത്, നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. ദെൻ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്ന സമയത്ത് it acts as a site of steroidal hormone synthesis. അതായത് സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്ന സൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. മൂന്നാമത്തത് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത് സെല്ലിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുന്ന ആളാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് അവർ മൈറ്റോകോൺട്രിയ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഫിഷൻ അല്ലേ? സോ അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ എന്ന് പറയുമ്പോൾ 2, ബി എന്ന് പറയുന്ന സമയത്ത് 3. അപ്പം A2 B3 നോക്കാം. A2 B3 വരുന്നത് ഓപ്ഷൻ എ ആണ്. ദെൻ C4 മെക്കാനിക്കൽ സപ്പോർട്ട്, ഡി എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ ഫിഷൻ B1. സോ ഇവിടെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾ ഓരോ സെൽ ഓർഗനലും അതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു വെച്ചേക്കണം. ഇത്തരത്തിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക.
ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിയോസിസ് ഇൻവോൾവ്സ്, അതായത് മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് മിയോസിസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അത് രണ്ട് മെയിൻ പ്രോസസ്സ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 അല്ലേ? ഇങ്ങനെയാണ് നടക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ. യെസ്, അവിടെ പറയുന്നത് 2 cycles of DNA replication but 1 cycle of each of cell division and nuclear division. അപ്പൊ ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ അവിടെ തെറ്റ് നമുക്ക് മനസ്സിലായല്ലോ. ആ 2 cycle of DNA replication അത് അവിടെ നിൽക്കട്ടെ, ബട്ട് 1 cycle of each of the cell division, അതായത് ഓരോ സെൽ ഡിവിഷൻ ഒരു സൈക്കിൾ ആയിട്ട് നടക്കണം. മിയോസിസ് 1 മിയോസിസ് 2 ഉണ്ട്, അത് അവിടെ പറഞ്ഞിട്ടില്ല. Then 2 cycles of each DNA replication, cell division and nuclear division. ഇവിടെ എല്ലാം രണ്ടെണ്ണാന്ന് പറയുന്നത്, അതായത് 2 പ്രാവശ്യം DNA റെപ്ലിക്കേറ്റ് ചെയ്യും, 2 പ്രാവശ്യം സൈറ്റോപ്ലാസം, 2 പ്രാവശ്യം ന്യൂക്ലിയർ ഡിവിഷൻ. അപ്പം അതും തെറ്റാണ്. സി എന്ന് പറയുന്നത് 1 cycle of each DNA replication, cell division and nuclear division. Then 1 cycle of DNA replication but 2 cycle of each cell division and nuclear division. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മുടെ എസ് ഫേസ് എന്ന് പറയുന്ന സമയത്ത് DNA റെപ്ലിക്കേഷൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നടക്കുള്ളൂ. അത് ട്വൈസ് ആയിട്ടുള്ള പ്രാവശ്യം നടക്കില്ല. ഒരൊറ്റ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ ആണ് നടക്കുക. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 cycle of DNA replication, 2 cycle of each cell division and nuclear division. അതായത് മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അപ്പൊ അത് എന്ത് പ്രാവശ്യം നടക്കുന്നുണ്ട്? 2 പ്രാവശ്യം. So 1 cycle of DNA replication and 2 cycle of each of the cell division and nuclear division is the correct answer. So option D is the correct answer. എളുപ്പല്ലേ? സോ മിയോസിസ് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. So moving to the next question. Yes. All species of vultures in India are threatened with extinction. What is the most likely outcome if all the vultures in India go extinct? അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വൾച്ചേഴ്സും നശിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ്. നമ്പേഴ്സ് ഓഫ് സ്പാരോ വിൽ ഇൻക്രീസ്, അതായത് സ്പാരോസ് കൂടുതലായിട്ടും കൂടും എന്നാണ് പറയുന്നത്. അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഹെർബിവോഴ്സ് നമ്പർ വിൽ ഇൻക്രീസ്, അതായത് ഹെർബിവോഴ്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തത് ന്യൂട്രിയൻ റീസൈക്ലിംഗ് വിൽ ബി ഹാംഡ്, അതായത് ന്യൂട്രിയൻസിന്റെ റീസൈക്ലിങ്ങിനെ കാര്യമായിട്ട് ബാധിക്കും. നാലാമത്തത് സോയിൽ പൊല്യൂഷൻ വിൽ ഡിക്രീസസ്, അതായത് സോയിൽ പൊല്യൂഷൻ എന്ത് ചെയ്യും? അങ്ങോട്ട് കുറയും. അപ്പം ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ചോദിച്ച മോസ്റ്റ്ലി ലൈക്ലി ഔട്ട്കം, അതായത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഔട്ട്കം ആണ് ചോദിച്ചിട്ടുള്ളത്. അത് സ്പാരോസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതല്ല, അതുപോലെ തന്നെ ഹെർബിവോസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതല്ല, സോയിൽ പൊല്യൂഷൻ കുറയുന്നതും അല്ല, മറിച്ച് എന്താണ്? ന്യൂട്രിയൻ റീസൈക്ലിങ്ങിനെ അത് ബാധിക്കുന്നുള്ള കാര്യമാണ്. കാരണം എന്താ? ദീസ് ഓർഗാനിസം ആക്ട് ആസ് സ്കാവഞ്ചേഴ്സ്, അതായത് സ്കാവഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഉള്ളത്. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡയറക്ട്ലി അത് ബാധിക്കുന്നത് ന്യൂട്രിയൻസിന്റെ റീസൈക്ലിങ്ങിനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ന്യൂട്രിയൻ റീസൈക്ലിംഗ് വിൽ ബി ഹാംഡ്. ഓക്കെ, അപ്പം നമ്മുടെ ബയോളജിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പം 2018 വന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ പാറ്റേണിനെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എത്രത്തോളം കോൺസെപ്ഷ്യലി ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിയറി റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിക്കുക, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ കോൺഫിഡൻസ് കൂടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടുന്ന ചെയ്യാൻ പറ്റുക? നമ്മളുടെ CRISPRlearning.com 20 മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ഈ 20 മോക്ക് ടെസ്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയോ? ഈ കംപ്ലീറ്റ് പേപ്പേഴ്സ് അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ പണ്ട് ഐസറിന്റെ എക്സാം ആയിരുന്നു KVPY എന്ന് പറഞ്ഞ എക്സാം ഉണ്ടായിരുന്നു. KVPY 2022 കൂടിയിട്ട് ക്യാൻസൽ ചെയ്തു, പിന്നെ എക്സാം നടത്തിയിട്ടില്ല. ഈ KVPY ഡയറക്റ്റ് ആയിട്ട് ഐസറിലേക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പണ്ട് ഐസറിന് KVPY വഴി എക്സാം എഴുതിയ കുട്ടികളെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ, പിന്നെ അതുപോലെ ഒളിമ്പിയാഡിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെല്ലാം ഒരു കുട്ടിയുടെ റിസർച്ച്, സയൻസിലെയും റിസർച്ചിന്റെയും ആപ്റ്റിറ്റ്യൂഡ് അറിയുന്ന പരീക്ഷയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്തു. ഐസറിലുള്ള കുട്ടികളും അതേപോലെ ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നിങ്ങളുടെയൊക്കെ മെന്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ
ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പോലെയുള്ള ഐസറിന് പഠിച്ചിറങ്ങിയ ഐസർ അലൂമിനൈസും കൂടെ ചേർന്ന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സ്വയം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഹാൻഡ് റിട്ടൺ സൊല്യൂഷൻസും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം 20 മോക്ക് ടെസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ റിസംബിൾ ചെയ്യുന്ന ഫ്രഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ തന്നെ കൈകൊണ്ട് എഴുതിയ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ആ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ്ലി നിങ്ങൾ ചെയ്ത് നോക്കുക. സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം ക്ലിയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കും ഈ വർഷത്തെ ഐസർ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ ഐസറിനെ കുറിച്ച് അവെയർ ആക്കുക. സയൻസ് എന്ന് പറയുന്ന കരിയറിനെ കുറിച്ചും റിസർച്ച് എന്ന് പറയുന്ന മേഖലയെ കുറിച്ചും കൂടുതൽ ആളുകളെ അവെയർ ആക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഐസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോ സീരീസുമായിട്ട് വന്നത്. അപ്പൊ ആ ഒരു മിഷനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സീരീസിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താൽ നമുക്ക് യൂട്യൂബിനെ അറിയിക്കാൻ പറ്റും. കൂടുതൽ ഐസർ ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്ക് നമ്മളുടെ ഈ ഒരു വർക്ക്, ഈ ഒരു മിഷൻ എത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കമന്റും ചെയ്യുക. പിന്നെ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലും ഒക്കെ ഉള്ള ഐസറിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.